ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ പുതിയൊരു വീഡിയോ ചെയ്യുകയാണ്. നമ്മുടെ അനിൽക്കോടിത്തോട്ട സാറ് ഇടുക്കിയിൽ നടത്തിയ ആ സുപ്രധാന പ്രസംഗത്തിൻ്റെ ചെറിയൊരു ഭാഗം ആദ്യം ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം. അതിനുശേഷം നിങ്ങളോട് ഞാൻ വിശദമായിട്ട് സംസാരിക്കാം. നിങ്ങൾ അദ്ദേഹത്തെ ഇന്ത്യയുടെ ഒരു പൗരൻ എന്ന നിലയിലാണ് അദ്ദേഹം അവിടെ ആ ഒരു പ്രസംഗം നടത്തിയ ഒരു സുവിശേഷകൻ. ഒരു ഇന്ത്യൻ ഭരണഘടന എങ്ങനെ ഉപയോഗിക്കണം, ഒരു ഇന്ത്യൻ പൗരനാകുന്നത് എങ്ങനെയാണ്, ഒരു ആകുന്നതോടുകൂടി ഒരു ഇന്ത്യൻ പൗരൻ കൂടിയാണ് അദ്ദേഹം എന്നുള്ള പൂർണ്ണ ബോധത്തോടു കൂടി വേണം നിങ്ങൾ ഈ വീഡിയോ കാണാൻ. അദ്ദേഹത്തെ കൂടുതലും സപ്പോർട്ട് ചെയ്യണം. പ്രത്യേകിച്ച് ഞാൻ ഇത് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുകയാണ്. നിങ്ങളത് കണ്ടതിന് ശേഷം വിലയിരുത്തണം. എല്ലാ ഭാഗങ്ങളും കാണിക്കാൻ പറ്റത്തില്ല. ഒരു 2 മണിക്കൂറത്തോളം നീളമുള്ളതാണ്. ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റുള്ള ഒരു ചെറിയ ഒരു ഭാഗം നിങ്ങളെ കാണിക്കാം. അതിന് ശേഷം ഞാൻ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നിങ്ങളോട് സംസാരിക്കാം. ഞാൻ ഇതിനു മുമ്പേ അനിൽക്കോടിത്തോട്ട സാറിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു സപ്പോർട്ട് ചെയ്തുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളും ആ വീഡിയോയ്ക്ക് ധാരാളം സപ്പോർട്ട് ചെയ്തതിനായി നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണുക. അതിനുശേഷം നമുക്ക് വീണ്ടും സംസാരിക്കാം. നമ്മുടെ രാജ്യം ഇന്ത്യ, ഈ പേരും ആനുകാലികമായ ഒരു ചരിത്രവും രൂപപ്പെടുന്നത് എന്നാണ്. ആദ്യം തന്നെ പറയാം, ഈ പേര് പോലും വൈദേശികമാണ്. ഈ പേര് നമ്മുടെ രാജ്യത്തിന് നൽകിയത് ചരിത്രകാരത്തിന്റെ പിതാവെന്ന് വിളിക്കുന്ന ഹെറോഡോട്ടസ് ആണ്. ഇൻഡസ് എന്നാണ് അതൊക്കെ നമ്മുടെ രാജ്യത്തെ വിളിച്ചത്. അത് ഉച്ചാരണ വ്യത്യാസം കണ്ട് ഇൻഡൂസ് എന്നും പറഞ്ഞിരുന്നു. ഈ ഇൻഡൂസ് എന്ന ഉച്ചാരണം നന്നായി പ്രയോഗിക്കാൻ കഴിയാത്ത വാറൻ ഹേസ്റ്റിങ്സ് പ്രഭു, അദ്ദേഹം ജെൻഡൂസ് എന്ന് പറഞ്ഞൊരു തമാശയും നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്. ഇൻഡസ് എന്ന് ചരിത്രകാരനായ ഹെറോഡോട്ടസ് നമ്മുടെ രാജ്യത്തെ വിളിച്ചത് അതാണ്. പിന്നെ ഹിന്ദുസ്ഥാൻ, ഹിന്ദു ദേശം എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്നു. ബൈബിളിൽ ഈ രാജ്യത്തെക്കുറിച്ച്, ഈ ദേശത്തെക്കുറിച്ച് പരാമർശമുണ്ട്. വിശുദ്ധ ബൈബിളിൽ എസ്തേർ 1:1 എസ്തേർ 8:9 2 ഈ പദമുണ്ട്. പക്ഷേ ഹെറോഡോട്ടസിന്റെ കാലഘട്ടത്തിനും വളരെ മുമ്പ് രൂപപ്പെട്ട പഴയ നിയമം ബൈബിളിൽ അങ്ങനെയാണ് ഹിന്ദുദേശം എന്ന പേര് വന്നത്. ശരിക്കും എബ്രായ ഭാഷയിൽ ഹൊദ്ദു എന്നൊരു പ്രയോഗമാണുള്ളത്. ആ പേരിന്റെ എല്ലാം അർത്ഥം, ആശയം ഒന്ന് തന്നെയാണ്. നമ്മുടെ രാജ്യത്തുകൂടി ഒഴുകുന്ന സിന്ധു നദി, ആ നദീതടത്തിൽ വസിക്കുന്ന ആളുകൾ എന്ന അർത്ഥത്തിൽ, ആ ദേശത്ത് വസിക്കുന്ന ആളുകൾ എന്ന അർത്ഥത്തിൽ ആ ദേശീയതയെ വിളിച്ച തികച്ചും ജിയോഗ്രഫിക്കലായ ഭൂമിശാസ്ത്രപരമായ ഒരു മാത്രമാണ് ഈ ഇൻഡസ് എന്നുള്ളത്. ആ ദേശത്ത് പാർത്തിരുന്ന ആളുകളെ വിളിച്ചിരുന്നത്, ആ ദേശനിവാസികൾ എന്ന അർത്ഥത്തിൽ ഹിന്ദുസ്ഥാനികൾ, ഇന്ത്യക്കാർ എന്നൊക്കെ പറയുന്നു. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ ഈ രാജ്യത്തിന്റെ ഒരു പൗരാണിക ചരിത്രം ഒന്ന് വിശകലനം ചെയ്യാൻ മനസ്സിലാകും. ഇന്ന് ഞങ്ങളാണ് ഇന്ത്യയുടെ മുഴുവൻ, ഈ രാജ്യത്തിന്റെ മുഴുവൻ സംസ്കാരത്തിന്റെ പ്രതിനിധികളെന്നും, ഞങ്ങളെ കൂടാതെ ഇവിടെ ആരും ജീവിച്ചുകൂടാ, അഥവാ ക്രൈസ്തവരോ മുസ്ലിങ്ങളോ മറ്റാരെങ്കിലുമോ ഇവിടെ ജീവിക്കുന്നെങ്കിൽ അവർ ഞങ്ങൾ ഭൂരിപക്ഷമായതുകൊണ്ട് ആ ഭൂരിപക്ഷത്തിന്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും വിധേയമായി ജീവിച്ചു കൊള്ളണം എന്ന് ശഠിക്കുന്ന ഒരു മനോഭാവമുണ്ട്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഞങ്ങളുടെ യോഗങ്ങളോ പരാമർശങ്ങളോ ഈ രാജ്യത്തിലെ ഏതെങ്കിലും ഹിന്ദു സഹോദരന്മാർക്ക് എതിരെയല്ല, അവരുടെ ആരാധനക്കെതിരെയല്ല, അവരുടെ തീർത്ഥാടനങ്ങൾക്കെതിരെയല്ല, അവർ ഭക്തിപുരസരം കൊണ്ടാടുന്ന ആഘോഷങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഭക്തിക്ക് ആധാരമായ ഏതെങ്കിലും കാര്യങ്ങളോ, ഇനി ഞങ്ങളുടെ ആശയങ്ങളുമായി അതിന് വൈരുദ്ധ്യമോ വിപരീത അഭിപ്രായമോ ഉണ്ടെങ്കിൽ പോലും അവർക്കെതിരെയല്ല ഞങ്ങളുടെ പ്രഭാഷണം. പക്ഷെ ഒന്ന് പറയാതിരിക്കാൻ തരമില്ല, മറുഭാഗത്ത് ഈ മതത്തെ രാഷ്ട്രീയത്തിന് ഉപയോഗിച്ചുകൊണ്ട്, രാഷ്ട്രീയത്തിൽ പടിപടിയായി വരുവാനുള്ള വഴി ഇതാണ് എന്ന് ധരിച്ചുകൊണ്ട് മതത്തെ അങ്ങനെ രാഷ്ട്രീയ ഉപാധിയാക്കി മാറ്റി, ഞങ്ങൾ ഭൂരിപക്ഷമാണ്, ഞങ്ങൾ ചിന്തിക്കും നിങ്ങൾ എന്ത് കഴിക്കണം, ഞങ്ങൾ ചിന്തിക്കും നിങ്ങൾ എവിടെ വസിക്കണം, ഞങ്ങൾ ചിന്തിക്കും നിങ്ങൾ എങ്ങനെ പ്രസംഗിക്കണം, നിങ്ങൾ എവിടെ പ്രവർത്തിക്കണം എന്ന് ചിന്തിച്ചു വശായ
രാഷ്ട്രീയ സംഘടനകൾ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ അടിച്ചുവിടുന്ന ഒരു പുത്തൻ ജീവിത വ്യവസ്ഥിതിക്കും ആ കാഴ്ചപ്പാടിനും എതിരെ നിലകൊണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് അതിനെ രണ്ട് വിധത്തിൽ കാണണം. ഭക്തരായ ആരാധിക്കുന്ന തങ്ങളുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിൽ ഒരു മതത്തെ സ്വീകരിക്കുകയോ അതിന്റെ ഭാഗമായി നിൽക്കുകയോ ചെയ്യുന്ന നിഷ്കളങ്കരായ വിശ്വാസികളോ അതിന്റെ പ്രാണേതാക്കളോ അല്ല ഞങ്ങളുടെ പ്രഭാഷണത്തിന്റെ ലക്ഷ്യം. മറുവശത്ത് ഇത്തരം ചില സംഘടനകൾ എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ ഐക്യത തകർക്കുന്നത്, അതെങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിപരീതമായി നിലകൊള്ളുന്നത് എന്നൊന്ന് പറയാൻ വേണ്ടിയാണ്. അതിലേക്ക് ഞാൻ ക്രമേണ അടുത്തു വരാം. ഈ ദേശനിവാസികൾ ദ്രാവിഡരായിരുന്നു എന്ന കാര്യത്തിൽ ഒരു ചരിത്രകാരനും സംശയമില്ല. എന്തിന്, നമ്മൾ അറിയുന്ന വിനായക് ദാമോദർ സവർക്കർ ഉണ്ടല്ലോ, വി ഡി സവർക്കർ, ഗാന്ധി വധക്കേസിലെ 8ാം പ്രതിയായിട്ടുള്ള വി ഡി സവർക്കർ, കപൂർ കമ്മീഷൻ ഗാന്ധി വധത്തിൽ കുറ്റവാളി എന്ന് കണ്ടെത്തിയിട്ടുള്ള വി ഡി സവർക്കർ ഉണ്ട്. ഈ സവർക്കറുടെ കൃതി ഹിന്ദുത്വ എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. ആ കൃതിയുടെ 2ാം അധ്യായവും 4ാം അധ്യായവും പരിശോധിച്ചാൽ സവർക്കർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ആര്യന്മാർ ഇന്ത്യയിലേക്ക് കുടിയേറിയവരാണ്. അദ്ദേഹം അത് സമ്മതിക്കുന്നു. എന്റെ പ്രസംഗങ്ങൾക്ക് ഞാൻ ഉദ്ധരിക്കുന്ന റഫറൻസുകൾ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് നടത്തി മാത്രം വിശ്വസിച്ചാൽ മതിയാകും. ആ പറയുന്നത് വസ്തുതാപരമല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിനോട് വിയോജിക്കാം. ആ വിയോജിപ്പുകൾ നിങ്ങൾക്ക് ജനാധിപത്യ രീതിയിൽ അറിയിക്കാം. എന്നാൽ സവർക്കർ തന്നെ പറയുന്നു അവർ ചരിത്രത്തിന്റെ ഒരു കാലഘട്ടത്തിൽ വന്നതാണ്. സവർക്കർ ഒരു ചരിത്രകാരനൊന്നുമല്ല, പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹം തന്നെ അങ്ങനെ പറയുന്നെങ്കിൽ ഇവിടേക്ക് വൈദേശികമായി കടന്നു വന്ന ആ ഗണത്തിൽ പലപ്പോഴും ഇത്തരം ആളുകൾ ഉൾപ്പെടുത്തുന്നത് ക്രൈസ്തവ വിശ്വാസത്തെയും ഇസ്ലാമിക വിശ്വാസത്തെയും ഒക്കെ മാത്രമാണ്. വാസ്തവം അതല്ല. ഇന്ന് കൊട്ടിഘോഷിക്കുന്ന ആർഷഭാരത സംസ്കാരം പോലും വൈദേശികമായിരുന്നു, തികച്ചും വൈദേശികമായ സംസ്കാരം. ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ ജീവിത ഉപാധികൾ തേടി കാലികളെ തീറ്റാനും ആടുകളെ പരിപാലിക്കാനും ഈ രാജ്യത്തിലെ വിഭവശേഷി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാൻ ഇവിടേക്ക് കരയേറി വന്ന ആര്യന്മാർ ചരിത്രത്തിന്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ അവർ കടന്നു വന്ന മധ്യപൂർവദേശത്തും പേർഷ്യൻ പ്രദേശങ്ങളിലുമൊക്കെ ഉള്ള ദൈവീക സങ്കല്പങ്ങൾക്ക്, ആരാധനാമൂർത്തികൾക്ക് ചില ഭാഷ്യ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി. ഒരു ഉദാഹരണം പറയാം. പാർസികൾക്ക് ഒരു മതവിശ്വാസമുണ്ട്. പാർസികൾ വിശ്വസിച്ചു പോരുന്നത് അഹൂരമസ്ത എന്നൊരു ദേവനിലാണ്. അഹൂരമസ്ത വെളിച്ചത്തിന്റെ ദേവനാണ്. ഈ അഹൂരമസ്ത എന്ന ദേവൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ രൂപവും ഭാവമൊക്കെ മാറി. അഹൂരയെ ആരാധിക്കുക എന്നത് ഇവിടെ ഇന്ത്യക്കാർക്ക് പിൽക്കാലഘട്ടത്തിൽ തെറ്റായി തോന്നി. അഹൂരയുടെ പേര് ഹാ ശബ്ദം മാറ്റി സാ ശബ്ദം എഴുതി ചേർത്തുകൊണ്ട് അസുര എന്നാക്കി മാറ്റി. ചുരുക്കത്തിൽ പാർസികൾ ബഹുമാന പുരസരം വിശ്വസിച്ചിരുന്ന അവരുടെ ദേവസങ്കല്പങ്ങൾ ഇന്ത്യക്കാർക്ക് പൈശാചികമോ ഇരുട്ടോ ആയി മാറി. ഇവിടെ ദേവന്മാരായി ആരാധിക്കുന്ന ആളുകള് അങ്ങ് ഇറാനിൽ പിശാചുക്കളായി അവിടെ കണ്ടവർ ഇവിടെ ദേവന്മാരാണ്. നോക്കണേ, ഒരു നേരിയ അതിർത്തി പിന്നിടുമ്പോൾ ദേവനും പിശാചിനും തമ്മിൽ വ്യത്യാസമില്ലാത്ത വിധത്തിൽ ചരിത്രത്തെ വളച്ചൊടിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ദ്രാവിഡർ ആരാധിച്ചിരുന്ന അവരുടെ ബിംബങ്ങളെ, അവരുടെ ശിലകളെ, അവരുടെ കാവുകളെ, അവരുടെ ആരാധന സങ്കല്പങ്ങളെ മുഴുവൻ എങ്ങനെയൊക്കെയോ അട്ടിമറിച്ചിട്ട് പകരം തലസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള ഇത്തരം വൈദേശിക ദൈവസങ്കല്പങ്ങൾ ഇന്ത്യയുടെ തനതാണെന്നും അതിനെ വേണം മറ്റുള്ളവർ പൂജിച്ചു പോരണം എന്ന് പറയുന്ന ഇത്തരം കാഴ്ചപ്പാടുകൾ സംഘപരിവാറുകൾ രൂപപ്പെട്ടത് പെട്ടെന്നൊന്നുമല്ല. അതുകൊണ്ട് പറയട്ടെ, ഇവിടേക്ക് വന്നവരുടെ കണക്കാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഞാൻ പറയാം, ക്രൈസ്തവർ ഇവിടെയുണ്ട്, മുസൽമാൻ ഇവിടെയുണ്ട്, ഓരോ ഘട്ടങ്ങളിൽ കുടിയേറിയ പലതരം മനുഷ്യരുണ്ട്. പാർസികൾ പോലും ഇന്ത്യയിൽ കുടിയേറിയിട്ടുണ്ട്. ഇവരൊന്നും ഇന്ത്യയിൽ ജീവിക്കണ്ട എന്നാണ് പറയുന്നതെങ്കിൽ ഞാൻ പറയും, അങ്ങനെ ഏതെങ്കിലും ഘട്ടത്തിൽ മുസ്ലിങ്ങൾക്കോ ക്രൈസ്തവർക്കോ പാർസികൾക്കോ ഒക്കെ ഇന്ത്യ വിടണമെന്നുള്ള ഒരു നിർബന്ധമുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ആദ്യം വന്ന ട്രെയിൻ ആദ്യം മടങ്ങിപ്പോകണമെന്നാണ് നിയമം. ആദ്യം വന്ന ട്രെയിൻ നിങ്ങളാണ്, ഈ രാജ്യത്തിലെ ആര്യന്മാരാണ്. അങ്ങനെ ഒരു തത്വം നിങ്ങൾ മുമ്പോട്ട് വെക്കുമെങ്കിൽ അതല്ലേ ശരി? അന്ന് നിങ്ങളെ കൈക്കൊണ്ട് ഈ രാജ്യത്തിന്റെ എല്ലാവിധമായ സൗകര്യങ്ങളും നിങ്ങൾക്ക് വിട്ടുതന്ന ദ്രവീഡിയൻ സംസ്കാരത്തെ പിച്ചിച്ചിന്തി ഉന്മൂലനം ചെയ്തുകൊണ്ട് സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും സ്നേഹത്തിലും അധിഷ്ഠിതമായ മനോഹാരിതയെ മുഴുവൻ ഉന്മൂലനം ചെയ്തിട്ട് ഏറ്റവും മ്ലേച്ഛമായ
പരസ്പരം ഏറ്റുമുട്ടുന്ന, മനുഷ്യത്വത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒട്ടേറെ വേദഗ്രന്ഥങ്ങൾ പടച്ചു വച്ചിട്ട് അതിൽ മുഴുവൻ മാനവികതാ വിരുദ്ധമായ ഒട്ടേറെ ആശയങ്ങൾ കൊണ്ടുവന്ന് അത് സ്ഥാപിക്കുകയായിരുന്നു ഓരോ ഘട്ടത്തിൽ. എന്നിട്ട് ഇവരുടെ ചരിത്രകാരന്മാർ ആധുനികമായി പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയണം. അതെന്താണ്? അവർ പറയുന്നു, മഹത്തരമായ ഒരു സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നു, വളരെ ശ്രേഷ്ഠമായത്. അത് ബൈബിൾ കൊണ്ടുവന്ന ആളുകൾ നശിപ്പിച്ചു. ഞാനതിനെ ഒത്തിരി വിശദമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ശശികല ടീച്ചർ ഉണ്ടല്ലോ, ടീച്ചർ അടുത്ത കാലത്ത് പറയുന്ന ഒരു പ്രയോഗം, അത് ടീച്ചർ മാത്രം പറയുന്നതല്ല. ടീച്ചർ പറയുന്നത്, ഈ രാജ്യത്തിലേക്ക് മിഷണറിമാർ വന്നു, അവർ ബൈബിൾ കൊണ്ടുവന്നു. പല രാജ്യങ്ങളിലും ബൈബിൾ കൊണ്ടുപോയ ഇത്തരം ആളുകൾ അവിടെ ബൈബിൾ വിതരണം ചെയ്തു. അന്ന് അവരുടെ പക്കൽ ബൈബിൾ ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങളുടെ പക്കൽ അവർ ബൈബിൾ തന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബൈബിൾ കൈപ്പറ്റി, പകരം ഞങ്ങളുടെ ഭൂമിയെല്ലാം അവരടിച്ചു മാറ്റി, അവരങ്ങ് കൊണ്ടുപോയി. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഏത് ഭൂമിയാണ് ഈ സായിപ്പ് കൈവശം വെച്ചിരിക്കുന്നത്? ഭൂമി അടിച്ചു മാറ്റിയത് ആരാണ്? ആരുടെ പക്കലാണ് ഈ ഭൂമി? അത് ഞാൻ പറഞ്ഞു തുടങ്ങാം. നമ്മുടെ നാട്ടിൽ, എൻ്റെ വീട്ടിലുമൊക്കെ ബാല്യത്തിൽ ഞാൻ ഹിന്ദു വിശ്വാസത്തിൽ നിന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരാളാണ്. ഞങ്ങളുടെ വീട്ടിൽ വൈകുന്നേരം പ്രാർത്ഥനയുണ്ടായിരുന്നു. നിലവിളക്കിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് ഞാനും സഹോദരിമാരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിരന്തരമായി പാടുന്ന ഒരു പാട്ടുണ്ട്. ഭംഗിയോടെ ഭൂമി തന്റെ ബ്രാഹ്മണർക്ക് നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമരാമ പാഹിമാം. ആർക്കാണ് ഈ ഭാർഗവരാമൻ ഭൂമി കൊടുത്തത്? അട്ടപ്പാടിയിലെ ആദിവാസികൾക്കല്ല, ഹൈറേഞ്ചിൽ സ്ഥലമില്ലാതെ ഉടലുന്നവർക്കല്ല. ഭാർഗവരാമൻ ഭൂമി കൊടുത്തത് ഈ രാജ്യത്തിലെ ബ്രാഹ്മൺസിനാണ്. നോക്കണം, ഈ രാജ്യത്തിലേക്ക് കടന്നു വന്ന ബ്രാഹ്മൺസിന് ഈ രാജ്യത്തിലെ ഭൂമി കൊടുക്കാൻ വേണ്ടി അവതരിച്ച ഒരു ദേവസങ്കല്പത്തെ മറ്റുള്ളവർ കൂടി പാടണമെന്നും, വേണ്ടി വന്നാൽ ആ ദേവന്റെ പേര് നമ്മളെല്ലാം പെരുവഴിയിലൂടെ ഉച്ചത്തിൽ ജയ് ശ്രീറാം എന്ന് വിളിക്കണമെന്നും ഒക്കെയുള്ള നിർബന്ധത്തിന്റെ പേരാണ് ഫാസിസം. ആ ഫാസിസത്തെ ആധുനികനായ ഒരു മനുഷ്യന്, പരിഷ്കൃത ആശയരായ ഒരു മനുഷ്യന്, അവൻ ക്രിസ്ത്യാനിയാകട്ടെ, ഹിന്ദുവാകട്ടെ, മുസൽമാനാകട്ടെ, ഉൾക്കൊള്ളുവാൻ പറ്റാത്തതിന്റെ കാരണം ഈ ഇരിക്കുന്ന ഭരണഘടനയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ സംഘപരിവാര സുഹൃത്തുക്കളൊന്നും ഈ ഭരണഘടന കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അവരിന്നും ഈ മനുസ്മൃതിയുടെ കാലത്താണ് ജീവിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ഈ മനുസ്മൃതിക്കൊരു സ്വഭാവമുണ്ട്. നിങ്ങൾ ഇതിന്റെ 10-ാം അധ്യായവും 5-ാം അധ്യായവും ഒക്കെ വായിക്കണം. അഭിമാനപുരസരം പറയട്ടെ, ഞാൻ ബൈബിൾ എങ്ങനെ പഠിച്ചുവോ അതുപോലെ റെഫറൻസ് ഈ പുസ്തകത്തിൽ ഉദ്ധരിക്കാനും പഠിച്ചിട്ടുണ്ട്. എന്താണ് കാരണം? 2-3 കൃതികൾ ഞാനൊന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാം. ഋഗ്വേദം എന്നൊരു ഒരു വേദമുണ്ട്. ഈ വേദം മഹത്തരമായിട്ടാണ് ആളുകൾ കരുതുന്നത്. അങ്ങനെ ആർക്കും കരുതാനുള്ള അവരുടെ അവകാശത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ എന്താണ് അതിന്റെ പുരുഷ സൂക്തം? 10-ാം അധ്യായത്തിലെ പുരുഷ സൂക്തം എന്നറിയപ്പെടുന്ന ഒരു ശ്ലോകമുണ്ട്. ആ ശ്ലോകത്തിൽ കൃത്യമായി പറയുന്നുണ്ട് മനുഷ്യന്റെ സൃഷ്ടിയെ പറ്റി. 4 തരം സൃഷ്ടികൾ വിരാട് പുരുഷൻ നിർവഹിക്കുന്നു. 1000 തലകളും 1000 കൈകളുമുള്ള വിരാട് പുരുഷനെ മയൻ സൃഷ്ടിക്കുന്നു, വിഷ്ണു സൃഷ്ടിക്കുന്നു. എന്നിട്ട് ഇതാ ഈ വിരാട് പുരുഷനിൽ നിന്ന് 4 വിധ മനുഷ്യർ സൃഷ്ടിക്കപ്പെടുന്നു. എന്താണതൊക്കെ? 1 ശിരസിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന ബ്രാഹ്മണാണ്. 2 തന്റെ നെഞ്ചിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന ക്ഷത്രിയനാണ്. 3 അരയിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന വൈശ്യനാണ്. 4 പാദത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന ശൂദ്രനാണ്. ഇവിടെ വലിയൊരു പ്രശ്നം കിടക്കുന്നു. ആരാണ് ഈ ബ്രാഹ്മണൻ? നമുക്കറിയാം, ബുദ്ധിയെ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കുശാഗ്രബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, പണിയെടുക്കാതെ കഷ്ടപ്പെടാതെ മന്ത്രതന്ത്ര ആചരണങ്ങളിലൂടെ രാജാക്കന്മാരെ ഭയപ്പെടുത്തി, ഞങ്ങൾ ശപിക്കുമെന്ന് ഭീഷണപ്പെടുത്തിക്കൊണ്ട് ഊട്ടുപുരകളിൽ മുറജപങ്ങളുടെ സങ്കല്പങ്ങൾക്കുള്ളിൽ സ്വയം തടിച്ചു കൊഴുത്ത ഒരു പ്രമാണി വർഗമായിരുന്നു അവര്. അങ്ങനെയെങ്കിൽ 2-ാമത്തെ കക്ഷികൾ ആരാണ്? യുദ്ധക്കൊതിയന്മാരായി ആയുധം രാഗിമിനുക്കി തൊട്ടടുത്തടുത്ത സ്ഥലങ്ങളെ വെട്ടിപ്പിടിക്കുന്ന ആയോധനകല വിദഗ്ധന്മാരായിരുന്നു അവരെങ്കിൽ 3-ാം സ്ഥാനത്ത് ആരാണ്? അവരന്നത്തെ കോർപ്പറേറ്റുകളാണ്. സമ്പത്തിന്റെ ആധിക്യത്താൽ അത് കൂട്ടിക്കൂട്ടി അതിനോട് തങ്ങളുടെ പക്കലുള്ള സമ്പത്തിന്റെ ആധിക്യം അതിനെ പെരുക്കാൻ കാത്തിരുന്ന വൈശ്യര്. 3-ാമതൊരു കൂട്ടരുണ്ട്. ഈ 3 പേരെ ചേർത്ത് ത്രൈവർണികർ എന്നാണ് പറയുക. ത്രൈവർണികർ. ഈ ത്രൈവർണികർക്ക് സമൂഹത്തിൽ നല്ല വിലയാണ്. കാരണം ബ്രാഹ്മൺ അവർക്ക് വിലയുണ്ട്. വേദങ്ങൾ അറിയാം, മന്ത്രങ്ങൾ അറിയാം, ശ്ലോകങ്ങൾ അറിയാം, പൂജകൾ അറിയാം, കർമ്മങ്ങൾ അറിയാം. എന്നാൽ അടുത്തൊരു കൂട്ടരുണ്ട്, രാജാക്കന്മാരാണ്. അവർക്ക് അധികാരമുണ്ട്. ആ അധികാരം ബ്രാഹ്മണന്റെ ഇഷ്ടങ്ങൾക്ക് വിധേയമാണെങ്കിലും രാജ്യം ഭരിക്കുന്ന തങ്ങൾക്കുള്ള പൊളിറ്റിക്കലായ അധികാരമുണ്ട്. ആ അധികാരത്തിൽ അവർ സംതൃപ്തരാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട മണ്ണും ഇഷ്ടപ്പെട്ട പെണ്ണും ഇഷ്ടപ്പെട്ട വിധത്തിൽ നികുതി പിരിക്കാം. അവർ ഭരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയണ്ടേ? ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന രാശികത്തിന് വേണ്ടി. ലോകത്തിലെല്ലാവർക്കും സുഖം നൽകാനാ ഈ രാജാക്കന്മാര് ഭരിച്ച്. നിങ്ങളിത് കേട്ടിട്ടുണ്ട്. ഞാൻ പറയാറുണ്ട്, പാസ്റ്റർമാരും ഒക്കെ ചിലപ്പോൾ പരസ്യോഗം നടത്തുമ്പോൾ പറയുന്നൊരു ശ്ലോകമാണ് ഈ ലോകസമസ്ത സുഖിനോ ഭവന്തു. ഇന്നു മുതൽ ആ ശ്ലോകത്തോട് വിട പറഞ്ഞുകൊള്ളണം. കാരണം ആ ശ്ലോകത്തിന്റെ പാതിയെ നിങ്ങൾ കേട്ടിട്ടുണ്ട്.
കിട്ടിയിട്ടുള്ളൂ, പാതി ആളുകൾ പാടാറുള്ളൂ. അത് തുടങ്ങുന്നത് എങ്ങനെയാ? സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീം മഹീശ ഗോ ബ്രാഹ്മണേഭ്യ സുഖമസ്തു നിത്യം ലോകസമസ്ത സമസ്ത സുഖിനോ ഭവന്തു. എന്താ അതിന്റെ അർത്ഥം? ബ്രാഹ്മണനും പശുവിനും സുഖമെങ്കിൽ ലോകത്തിന് മുഴുവൻ സുഖം. മൊത്തം ഞാൻ അതൊന്ന് വ്യാഖ്യാനിച്ചു വരാം. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം, അതായത് ഒരു രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് ഭരിക്കുകയും, ഭരണഘടന എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയല്ല, ഈ മനുസ്മൃതിയാണ്. ഇതിൽ എന്തെല്ലാം ഉണ്ടെന്ന് ഞാൻ പിന്നെ പറയാം. മനുസ്മൃതി അനുസരിച്ച് ഭരിക്കുകയും പിന്നെ ആ രാജ്യത്ത് പശുവിനും ബ്രാഹ്മണനും സുഖം നൽകുകയും ചെയ്യുന്ന ഏതൊരു രാജാവും ചെയ്യുന്നത് എന്താണ്? ലോകത്തിന് മുഴുവൻ സുഖം കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട മോഡിജി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം പശുക്കൾക്ക് ആംബുലൻസ് ഉണ്ടാക്കി. നമ്മളുടെ നാട്ടിൽ അതൊരു കോമഡിയായി നമുക്ക് തോന്നുമെങ്കിലും അദ്ദേഹം ആത്മാർത്ഥമായിട്ട് അത് ചെയ്യുന്നതാ. കാരണം പശുവിന് സുഖം കൊടുത്തെങ്കിലേ ഇന്ത്യക്ക് സുഖം വരുമെന്നാണ് അദ്ദേഹം പഠിച്ചു വെച്ചിരിക്കുന്നത്, അദ്ദേഹം ഗ്രഹിച്ചു വെച്ചിരിക്കുന്നതാണ്. കാരണം പശുവിന് സുഖം കൊടുക്കാമോ, പശുവിന് സംതൃപ്തി കൊടുക്കാമോ? മനുഷ്യനെ സൈക്കിളിൽ മനുഷ്യ ശവശരീരം കെട്ടിക്കൊണ്ട് അടക്കാൻ പോകുന്ന ഒരു രാജ്യമാണെന്ന് ഓർക്കണം. മനുഷ്യൻ ആവശ്യത്തിന് ജീവിത സൗകര്യങ്ങൾ ഇല്ലാത്ത ഒരു രാജ്യത്ത് പശുവിന് ആംബുലൻസ് ഉള്ള ലോകത്തിലെ ഒരു രാജ്യം നമ്മുടെയാണ്. വേണമെങ്കിൽ അഭിമാനിക്കാം. അദ്ദേഹം എന്തിനാണ് നമ്മുടെ നികുതി പണം കൊണ്ട് ഈ പണിയൊക്കെ ചെയ്യുന്നത്? അല്ലെ യോഗി ആദിത്യനാഥ് എന്തിനാ ഈ പണി ചെയ്യുന്നതെന്ന് അറിയണ്ടേ? പശുവിന് സുഖം കൊടുത്തെങ്കിലേ രാജ്യത്തിന് സുഖം വരൂ, ഇതാണ് കാരണം. അപ്പോൾ ലോകസമസ്ത സുഖിനോഭവന്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മളൊക്കെ ധരിച്ചു വെച്ചിരുന്ന ലോകത്തിലെ സകല മനുഷ്യരെയും സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആഴങ്ങൾ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ജനാധിപത്യബോധത്തോടെ ലോകത്തിലുള്ള മനുഷ്യരെ മുഴുവൻ കാണാനുള്ള ആഹ്വാനമാണെന്നാണ്. അല്ലല്ല, സ്വസ്ത്യ പ്രജാഭ്യാം പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീം മഹീശ ഗോ ബ്രാഹ്മണേഭ്യ സുഖമസ്തു നിത്യം ലോകസമസ്ത സുഖിനോ ഭവന്തു. പശുവിനും ബ്രാഹ്മണനും സുഖം നൽകിയാലേ ലോകത്തിന് സുഖമുള്ളൂ. ഇതാ ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. അപ്പോൾ അടുത്തൊരു കാര്യത്തിലേക്ക് കൂടെ കിടക്കാം. നമ്മളെയൊക്കെ ഇങ്ങനെ സംസ്കൃതവും ശ്ലോകവും ഒക്കെ പാടി പാതി കേൾപ്പിച്ചാണ് ഇത്തരം ആളുകൾ ഇത്രയും നാള് ഈ രാജ്യത്തെയും ജനത്തെയും തെറ്റിദ്ധരിപ്പിച്ചത്. വിദ്യാസമ്പന്നരായ മലയാളികൾക്കിടയിൽ ഇത്രയും തെറ്റിദ്ധരിപ്പിക്കാമെങ്കിൽ അക്ഷരം കൂട്ടി വായിക്കാനാവാത്ത ആളുകൾ കിടക്കുന്ന വടക്കേ ഇന്ത്യയിൽ ഇത്തരം സംഘടനകൾ ആധിപത്യം ചെലുത്തിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഞാൻ അതിലേക്കൊന്ന് വരാം. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്ത് നിലനിന്നിരുന്ന വ്യവസ്ഥ അനുസരിച്ച് 4 തരം ആളുകളെ സൃഷ്ടിച്ചു. അത് ഇത്രയും ആളുകളാണ്: ബ്രാഹ്മൺ, ക്ഷത്രിയൻ, വൈശ്യൻ. ഇനി അവരെ ചേർത്ത് പറയും ത്രൈവർണികൻ. 4ാമത് വരുന്ന ആളുകളെ ശൂദ്രൻ എന്നാണ് പറയുക. ജനങ്ങൾ പലപ്പോഴും ഈ ശൂദ്രൻ ആരെ എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഈ ശൂദ്രൻ ഒരിക്കലും ഞാനും നിങ്ങളും പലരും ചിന്തിച്ചു വശായിട്ടുള്ളതുപോലെ ഈ രാജ്യത്തിലെ ദലിതനോ ആദിവാസിയോ മറ്റു പിന്നോക്കനോ അല്ല. ആരാണ് പിന്നെ ഈ ശൂദ്രൻ? ശൂദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഋഗ്വേദത്തിലെ 10ാം മണ്ഡലം പുരുഷ സൂക്തം അനുസരിച്ച് ഗ്രഹിച്ചു വന്നാൽ അത് കൃത്യമായി തന്നെ പിൽക്കാല ചരിത്രം കൂടെ ബോധിപ്പിക്കുന്നത് നമ്മൾ ഇന്ന് നായർ എന്ന് വിവക്ഷിക്കുന്ന സമൂഹത്തെയാണ് ശൂദ്രാസ് എന്ന് വിളിക്കുക. മഹാത്മാ ജ്യോതിബാഹുലെ അതിനു മുമ്പ് ഒരു സമൂഹത്തെ കാണുന്നുണ്ട്, ആദിശൂദ്ര എന്ന് പറഞ്ഞു കാണുന്നുണ്ട്. അപ്പോൾ നായർ അടക്കമുള്ള സമൂഹത്തിന് ഈ വർണ്ണങ്ങൾക്കുള്ളിൽ പെടും. 4 വർണ്ണങ്ങൾക്കുള്ളിൽ. അതിന് പുറത്തു വരുന്ന മനുഷ്യരൊക്കെ തന്നെ ആരാണ്? വർണ്ണരഹിതരാണ്, വർണ്ണബാഹ്യരാണ്. അതിനാണ് ചെന്താരശ്ശേരിയെ പോലുള്ള എഴുത്തുകാര് വർണ്ണബാഹ്യ സമൂഹങ്ങൾ എന്നാണ് പറയുക. വർണ്ണത്തിന് പുറത്തുള്ളവർ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ 10 കോടി വരുന്ന യാദവർ ഈ വർണ്ണത്തിൽ പെടത്തില്ല. അതിലുമേറെ വരുന്ന കേരളത്തിലെയും ഇന്ത്യയിലെയും ദലിതർ ഇതിൽ പെടില്ല. ഈ രാജ്യത്തെ വളരെ ഏറ്റവും ശക്തരായി നമ്മുടെ നാട്ടിലുള്ള ഒരു സമൂഹമായ ഈഴവർ ഈ വർണ്ണത്തിൽ പെടത്തില്ല, വർണ്ണബാഹ്യരാണ്. അവർ ഈ പറയുന്ന ശൂദ്രര് പോലുമല്ല. അപ്പോൾ ശൂദ്രനെ സൃഷ്ടിച്ചത് എന്താണ്? ഈ ബ്രാഹ്മണന്റെ പാദസേവയ്ക്ക് വേണ്ടിയാണ്, മറ്റുള്ളവരുടെ പാദസേവയ്ക്ക് വേണ്ടി. എത്ര വിദഗ്ധമായിട്ടാണ് ആളുകൾ ഈ കഥ മെനഞ്ഞത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പറയാം, മിഷണറിമാർ കഥകൾ പറയുന്നു, ആദമും ഹവ്വയും സൃഷ്ടിക്കപ്പെട്ട കഥ പറയുന്നു. പ്രിയപ്പെട്ടവരെ, അതിനെ കഥയായി നിങ്ങൾ കണ്ടുകൊള്ളൂ. ആ കഥയിലും ഒരു മാന്യതയുണ്ട്. എന്താണ് ആ കഥയിലെ മാന്യത എന്ന് ഞാൻ പറയാം. ഭൂലോകത്തുള്ള സകല മനുഷ്യർക്കും ഒരപ്പനും ഒരമ്മയും എന്ന് പറയുന്ന ആ ചിന്തയെ കഥയായി കാണണമെങ്കിൽ ഒരു മനുഷ്യന്റെ തലയിൽ നിന്നും, ഒരു മനുഷ്യന്റെ നെഞ്ചിൽ നിന്നും, ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ വിരാട് പുരുഷന്റെ അരയിൽ നിന്നും, പാദത്തിൽ നിന്നും മനുഷ്യനുണ്ടായി എന്ന് പറയുന്ന ആ വൈചിത്രത്തെക്കാൾ എത്രയോ വ്യത്യാസമാണ്. ഈ 4 തരം ആളുകളെ സൃഷ്ടിക്കാൻ മാത്രമേ വിരാട് പുരുഷൻ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. യഹൂദന്മാരില്ലേ അങ്ങകലെ, നാസികളില്ലേ അങ്ങകലെ, ഇനിയും ലോകത്തിന്റെ പലയിടങ്ങളിൽ എത്രയോ തരം മനുഷ്യരുണ്ട്. ഇവരെയൊന്നും സൃഷ്ടികർത്തൃത്വത്തിന് 1 മിനിറ്റ് ചിലവഴിക്കാത്ത ഇത്തരം വിരാട് പുരുഷന്മാർ നിലനിന്നുകൊണ്ട് നമ്മെ വിമർശിക്കുമ്പോൾ മറുമുള്ള ആവർണരാരും ഈ വഴിയിലൂടെ സഞ്ചരിക്കാൻ പാടില്ല. ഈ പൊതുവഴിയിലൂടെ സഞ്ചരിക്കാനായിട്ട്
പാടില്ല എന്ന് എഴുതി വെച്ചു. മറിച്ച് ഈഴവ ശവശരീരങ്ങൾ പൊതുനിരത്തിലുള്ള കൊണ്ടുപോകാൻ പാടില്ല, അത് വീട്ടിൽ തന്നെ അടക്കിക്കൊള്ളണം, ആ പരിസരത്ത് എവിടെങ്കിലും അടക്കിക്കൊള്ളണം. വഴിയോരത്തൊരു ചണ്ടാളനോ മറ്റൊരു ദലിതനോ മരിച്ചു വീണാൽ ആ ശവശരീരം ആ പക്ഷിമൃഗാദികൾ വന്ന് കൊത്തിത്തിന്നാലും എടുത്തുകൊണ്ട് ഈ വഴിയിലൂടെ പോകാൻ പാടില്ല എന്ന വിധത്തിലെ തിട്ടൂരങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. ആ സ്ഥലത്ത് സി കേശവന്റെ നേതൃത്വത്തിൽ 25,000-ൽ പരം ആളുകൾ അണിചേർന്നിട്ട് ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കാൻ വന്നു. നിങ്ങൾക്കറിയാമോ സംഭവിച്ചെന്താണെന്ന്? അതിനുവേണ്ടി വന്നിരിക്കുന്ന ആളുകളോട് അങ്ങ് കോട്ടകത്ത് പാർത്തിരുന്ന CMS മിഷന്മാർ പറഞ്ഞത് നോ, സാധ്യമല്ല സുഹൃത്തി. അതിന്റെ കാരണം മതപരിവർത്തനം ചെയ്തു വരുന്ന ആളുകളെ ഞങ്ങൾക്ക് ആവശ്യമില്ല, മറിച്ച് ഹൃദയത്തിന്റെ അന്തരംഗങ്ങളിൽ യേശുക്രിസ്തുവിന്റെ രക്ഷകർത്തൃത്വം നിങ്ങൾ എന്ന് ഉൾക്കൊള്ളുന്നുവോ അന്ന് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിങ്ങൾക്ക് വരാം. യേശുവെന്ന രക്ഷകനെ, ഉലകത്തിന്റെ രക്ഷകനെ, ഉലക രക്ഷിതാവായ ഉലക ഗുരുവായ യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിച്ച് അതരം കൊണ്ട് ഏറ്റുചൊല്ലുന്ന ഒരുവന് നിമജ്ജന സ്നാനം കൊടുത്ത് അവനെ വിശ്വാസത്തിന്റെ ഭാഗമാക്കുന്ന ഒരു പതിവ് ഞങ്ങൾക്കുണ്ടേ. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ആയിരങ്ങൾ ഇരമ്പി വന്നാൽ സ്വീകരിക്കുന്ന ഒരു മാർഗമല്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ച ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട് സി കേശവന്റെ ചരിത്രത്തിൽ. ഞാൻ ആ വീഡിയോയുടെ ഭാഗത്ത് വരികയാണ്. അനിൽ കൊടിത്തോട്ടം സാർ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രസംഗം വിവാദമായിട്ട് നടത്തിയതെന്നാണ് ചില ആൾക്കാർ കമൻ്റ് ഇട്ട് ചോദിക്കുന്നത്. അതും ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് ചോദിക്കുന്നത്. എൻ്റെ ക്രൈസ്തവ സുഹൃത്തുക്കൾക്കും അല്ലാത്തവർക്കും വേണ്ടി ആ ഒരു സംശയം ദൂരീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു കടമ. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന്. എങ്കിൽ പോലും നമുക്ക് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കറിയുന്നതിന് വേണ്ടിയൊക്കെയാണ് ഞാനിത് പറയുന്നത്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അദ്ദേഹം തൻ്റെ കർമ്മം നിർവഹിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ ദലിത് കമ്മ്യൂണിറ്റി, പുലയ, പറയ സമുദായത്തിൽപ്പെട്ട ധാരാളം ക്രൈസ്തവരുണ്ട്. അവർക്കൊന്നും ഈ ചരിത്രങ്ങൾ അധികം അറിയത്തില്ല. പിന്നെ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളുണ്ട്, ഹൈന്ദവരായ നല്ല സഹോദരങ്ങളൊക്കെ നമുക്കുണ്ട്. ഇതൊക്കെ ഉള്ള കാലത്ത് ഈ ഇന്ത്യൻ ഭരണഘടന എന്താണെന്ന് ഇന്നേ വരെ ഇന്ത്യൻ ഭരണഘടന ഉണ്ടോ എന്ന് അറിയാത്ത ജനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനകൾ ഏത് വിധമൊക്കെയാണെന്നൊക്കെ ഉള്ള ഒരു പൗരൻ്റെ അവകാശം എന്താണെന്നും ഒരു മതപ്രചരണം എങ്ങനെയാണ് നടത്തേണ്ടതെന്നും ഒരു മതത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും ഉള്ളിൽ നിന്നും ഇന്ത്യയിൽ എന്തൊക്കെ സംസാരിക്കാൻ പറ്റുമെന്നും ഒക്കെ അദ്ദേഹം നമ്മളോട് കൃത്യമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഇതൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു 60-70% ആൾക്കാർ പോലും ഇത് കേട്ടിട്ടില്ല എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. എങ്കിലും പറയാം, ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമ്മുടെ വിശ്വാസത്തെ, എൻ്റെ വിശ്വാസം എന്താണെന്നോ അത് പ്രൊമോട്ട് ചെയ്യാനുള്ള അധികാരവും അവകാശവും നമുക്കുണ്ട് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ. മറിച്ച് രാജ്യ താല്പര്യത്തിനും അതിന് കോട്ടം വരാത്തവർത്തോളം കാലം അത് നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിൽ ഒരു കോട്ടവും ഇന്ത്യൻ ഭരണഘടനയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനോ ഒരു കലാപം ഉണ്ടാക്കാത്ത രീതിയിൽ സംസാരിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ നിങ്ങളുടെ ഏത് മതമായാലും, ഇവിടുത്തെ മുസ്ലിം മതമായാലും, ഹൈന്ദവ മതമായാലും, ക്രൈസ്തവ മതമായാലും, ജൈന മതമായാലും, പാഴ്സികളായാലും, ആർക്ക് വേണമെങ്കിലും അവനവൻ്റെ മതത്തെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നതിനോ അതിനെക്കുറിച്ച് പറയുന്നതിനോ യാതൊരു വിലക്കും ഇല്ല എന്നാണ് ഈ ഇന്ത്യൻ ഭരണഘടന നമ്മളോട് പറയുന്നത്. അദ്ദേഹം അത് കൃത്യമായിട്ടും പറഞ്ഞു തരുന്നു. എന്നിട്ട് കുറച്ച് കമൻറ്റുകളൊക്കെ വേറെയും വന്നു. പിന്നെ കാത്തോലിക്ക സഭയിൽ ഇല്ലാത്ത ബുദ്ധിമുട്ടെന്താണ് അനിൽ കൊടിത്തോട്ടത്തിന്? എൻ്റെ സുഹൃത്തുക്കളെ, കത്തോലിക്ക സഭ എന്നുള്ളതല്ല ഇവിടുത്തെ കൺസേൺ. ഇവിടുത്തെ കൺസേൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ മതപരിവർത്തനം നടത്തുന്നു എന്ന് ആരോപിച്ച് 2 കന്യാസ്ത്രീകളെ, അത് ഏത് സഭയിൽപ്പെട്ടോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. 2 കന്യാസ്ത്രീകളെ വ്യാജ പരാതിയുടെ പേരിൽ അറസ്റ്റ് ചെയ്യുകയും അവരെ 89 ദിവസം ജയിലിലടയ്ക്കുകയും ചെയ്തു. അത് നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിനോടനുബന്ധിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഇന്ന് നാളെ എനിക്കായാലും വരാം, ഇത് നിങ്ങൾക്കായാലും വരാം. ഞങ്ങൾ പെന്തക്കോസ്തുകാരായതുകൊണ്ട് ഞങ്ങൾക്കത് എന്തോരം പാസ്റ്റർമാരെയാണ് ഛത്തീസ്ഗഡ് പോണൊക്കെ ഉള്ള സംസ്ഥാനങ്ങളിൽ ഈ അനാധികൃത മതപരിവർത്തനമെന്നും പറഞ്ഞ് വ്യാജ പരാതിയിൽ ഈ ബജരംഗദളെ അങ്ങനെയുള്ള ഹൈന്ദവ സംഘടനകൾ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചതിന് ശേഷം അവർ തന്നെ നിന്ന് പോലീസിന് കൈമാറുന്ന ഒരു സ്ഥിതിവിശേഷം
ഉണ്ട്. അപ്പം നിങ്ങൾ ഭീരുവായിട്ടിരുന്ന് നിങ്ങളിത് കേൾക്കുക മാത്രമല്ല, നിങ്ങൾക്ക് അതിനോട് പൂർണ്ണമായിട്ടും സഹകരിക്കണമെന്ന് യാതൊരു താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണ് ഇമാതിരിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കാരണം ഇവിടെ ക്രൈസ്തവ മിഷണറിമാർ ഇന്ത്യയിൽ വന്നിട്ട് അവരുടെ കാര്യം മാത്രം നോക്കി നടന്നായിരുന്നെങ്കിൽ ഞാനും നിങ്ങളും ഒന്നും ഇപ്പം ഈ ക്രിസ്തുവിനെ വിളിക്കാനോ അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസത്തിൻ്റെ കീഴിലോ പരിധിയിലോ ഒന്നും വരില്ലായിരുന്നു എന്നുകൂടി നിങ്ങൾ ആലോചിക്കണം, ചിന്തിക്കണം. ഇതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഈ 2-3 ദിവസത്തിനുള്ളിൽ ഓണ ദിവസം കോട്ടയം ജില്ലയിലെ കൈതപ്പാലം എന്ന ജംഗ്ഷനിൽ പെന്തക്കോസ്ത് സമുദായത്തിൽ പെന്തക്കോസ്ത് സഭയിൽ ഏതോ ഒരു പെന്തക്കോസ്ത് സഭയിലെ കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് മയക്കുമരുന്നിനും മദ്യത്തിനുമെതിരെ സംസാരിച്ചു. ഒന്ന് രണ്ട് സംഘപരിവാർ പ്രവർത്തകരാണോ ഇല്ലയോ എന്നറിയത്തില്ല, അവർ മദ്യത്തിലാണോ ലഹരിയുടെ അടിമയാണോ എന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും പറയാഞ്ഞത്. അപ്പം അത് എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു മദ്യലഹരിയിലോ അല്ലെങ്കിൽ സനാതനധർമ്മ ശാസ്ത്രത്തെ അംഗീകരിക്കുന്നവരൊക്കെ ആയിരിക്കാം അവർ. ഞാൻ ആ വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്താത്ത അത്രയും മോശമായ രീതിയിൽ സംസാരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ വീഡിയോ പലരും കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ വീഡിയോ ഇതിനകത്ത് ചേർക്കാത്തത്. അല്ലായിരുന്നെങ്കിൽ ഞാനത് ചേർത്തേനെ. നമ്മുടെയൊക്കെ വീഡിയോകൾ സാധാരണ കുടുംബത്തിലിരുന്ന് എല്ലാവരും കാണുന്നതായതുകൊണ്ടും നമുക്കൊരു മാന്യത ഉള്ളതുകൊണ്ടും മാത്രമാണ് ആ രീതിയിൽ വീഡിയോകൾ ഇടാത്തത്. അപ്പം അതിനെക്കുറിച്ച് ഈ പറഞ്ഞ എനിക്ക് കമൻ്റ് ഇട്ട അനിൽക്കൊടിത്തോട്ടൻ രാജാവ് ഒരു വലിയ ആളാകാൻ വേണ്ടി ചെയ്ത പ്രസംഗമാണ് അനിൽക്കൊടി. അപ്പം ഈ തിരുവോണനാളിന് ആ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ പ്രസംഗിച്ച പാസ്റ്റർമാരും വലിയ ആളാകാൻ വേണ്ടി പോയതാണെന്ന് ഇവരെ പോണക്കുള്ള വ്യക്തികൾ പറയുമല്ലോ എന്ന് ഞാൻ ചുരുക്കത്തിൽ ചോദിച്ചുകൊണ്ട് ഞാനത് അതിനെക്കുറിച്ച് അതിൻ്റെ വിശദീകരണത്തെക്കുറിച്ച് പോകുന്നില്ല. പിന്നെ അനിൽക്കൊടിത്തോട്ട സാറ് എന്തുവായാലും ധീരനും ധൈര്യശാലിയും ഒരു ചരിത്രകാരനും ഒക്കെയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ ചരിത്രപാഠവും നിങ്ങളെപ്പോണക്കുള്ള ആൾക്കാർക്കൊന്നും ഇത്രയും നാളും പറയാൻ നിങ്ങളെക്കൊണ്ട് മനസ്സില്ലായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നിങ്ങൾ ആരാണെന്ന് പോലും എനിക്കറിയത്തില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്ക് ദോഷമായിട്ട് തോന്നിയില്ല. അദ്ദേഹം നല്ല കാര്യം തന്നെയാണ് അതാ പറഞ്ഞത്. ഇവിടുത്തെ ഹൈന്ദവനായാലും ക്രൈസ്തവനായാലും മുസ്ലിമായാലും മുസ്ലിങ്ങളോടോ ഒന്നും അദ്ദേഹം ഒരു വിരോധവും വെച്ച് പുലർത്തുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. കാരണം ഇവിടുത്തെ സംഘപരിവാർ ശക്തികൾക്കെതിരെ മാത്രമാണ്. കാരണം ഇവിടെ സനാതനധർമ്മത്തെ അടിച്ചേൽപ്പിക്കാൻ അവർ വരുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യം പറയുന്നു, അത് നമ്മളോട് പറയുന്നു അത് നടക്കത്തില്ല എന്ന് പറയുകയും അവർ തന്നെ ഈ രാജ്യത്ത് വന്നു കയറി ആര്യ സംസ്കാരത്തിന് ഭംഗം വരുത്തിയ വ്യക്തികളാണ്. അവർ നമ്മളോട് പറയുകയാണ് ആര്യ സംസ്കാരം ഇവിടെ നമ്മളെ അടിച്ചേൽപ്പിക്കുകയും ദ്രാവിഡ സംസ്കാരത്തെ ഉന്മൂലനം ചെയ്ത ഒരു സംസ്കാരമാണ് അവരുടേത്. ആ ആര്യന്മാർ നമ്മളോട് വന്ന് പറയുക നമ്മൾ ഇതെല്ലാം അംഗീകരിച്ചോണമെന്ന് പറയുന്നത് അത് ശരിയായ നടപടിയല്ല എന്ന് തന്നെയാണ് അനിൽക്കൊടിത്തോട്ട സാർ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതും നമ്മൾ കേട്ടതും ശ്രമിച്ചതും. അതാണ് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രവും. ഇതൊക്കെ വിളിച്ചു പറയുമ്പം മറ്റുള്ളവൻ ഈ സനാതനധർമ്മികൾക്ക് ഹാലിളകി കഴിഞ്ഞാൽ അത് നമുക്ക് യാതൊന്നും ചെയ്യല്ല. സത്യം വിളിച്ച് പറയുമ്പോൾ ഈ പണ്ടുള്ള ആൾക്കാർ സത്യം പറയുമ്പോൾ കള്ളന് തുള്ളലാണെന്ന് പറയുന്നതിൻ്റെ കൂട്ടാണ് ഈ സനാതനധർമ്മികളൊക്കെ ഇപ്പം ഓരോ പരിപാടികൾ കാഴ്ചവെക്കുന്നതും കണ്ടുവരുന്നതും. അപ്പം നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടതും സംസാരിക്കേണ്ടതും. അല്ലാതെ അനിൽക്കൊടിത്തോട്ടം സാറ് പിന്നെ പേരെടുക്കാൻ അദ്ദേഹത്തിന് നല്ല പേരിനുള്ളതാണ്. ഈ കേട്ട ആൾക്കാർ അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ മേലാഴിക കൊണ്ട് സംസാരിച്ചതാണെന്നാണ് എൻ്റെ ഒരു ധാരണ. അദ്ദേഹത്തിന് നല്ല പേരും പ്രശസ്തിയുള്ള ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹം നല്ല ഒരു ട്രാൻസ്ലേറ്റർ ആണ്. അതുപോലെ തന്നെ ഒരു സഭയുടെ കോളേജിൽ അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ നിങ്ങളൊക്കെ കരുതുന്നതിലുമൊക്കെ കൂടുതലാണ്. അപ്പം അദ്ദേഹത്തെ നിങ്ങൾ ചെറുതായിട്ട് കണ്ടതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയായിക കൊണ്ടാണ് നിങ്ങളത് സംസാരിച്ചത്. ആ സംസാരം എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല എന്നാണ് എൻ്റെ തോന്നൽ. കാരണം എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് മാത്രം നിങ്ങൾ
സംസാരിച്ചു എന്ന് ആണ് ഞാൻ കരുതുന്നത്. ഇതുപോലെ ഈ വ്യക്തിപരമായിട്ടൊക്കെ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ മാത്രം അദ്ദേഹം യാതൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളിൽ തന്നെ നിന്നാണ് അത് ഞാൻ നിങ്ങളോടും പറയുന്നത്. അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടിയാണ്, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ മാത്രമാണ് അദ്ദേഹം അത് സംസാരിച്ചത്. ഇവിടുത്തെ മിഷണറിമാർ ഇവിടെ വന്ന് എനിക്കും നിങ്ങൾക്കും വിദ്യാഭ്യാസം തന്നില്ലായിരുന്നുവെങ്കിൽ, സ്കൂളുകളോ കോളേജുകളോ ഒന്നും സ്ഥാപിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നും ഞാനും നിങ്ങളുമൊക്കെ സനാതനധർമ്മത്തിൻ്റെ അടിമകളായിരുന്നേനെ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അല്ല എന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ സനാതനധർമ്മത്തിൻ്റെ ഏതെങ്കിലും ഒരു നല്ല വശം നിങ്ങൾക്ക് പറയാൻ എന്താണുള്ളത്? അതിനെക്കുറിച്ച് TS ശ്യാംകുമാറിൻ്റെ ഒരു കുറച്ച് പ്രസംഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് ഇതിനകത്ത് കേൾപ്പിക്കണമെന്നുണ്ട്. പക്ഷേ അത് വലിയൊരു വീഡിയോ ആയി പോകും. അതുകൊണ്ട് ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതിനുള്ള മറുപടി ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട പുലയ പറയ സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് അത് ശ്രമിക്കാം. കാരണം ഞങ്ങൾ അനിൽക്കുടിത്തോട്ടത്തെ വെച്ച് സംസാരിക്കുന്നത് കൊണ്ട് മാത്രം അത് ശരിയാകണമെന്നില്ലല്ലോ. ഇവിടുത്തെ മറ്റുള്ള കുറേ പുലയനും പറയനും ഹൈന്ദവരായിട്ടുള്ള ആൾക്കാർ ധാരാളം പേരുണ്ട്. അപ്പം ക്രൈസ്തവനായ അനിൽക്കൊടിത്തോട്ടം അത് സംസാരിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. എങ്കിലും നമ്മളത് ഉൾക്കൊള്ളുക എന്നാണ്. അതേപോലെ തന്നെ ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട നല്ല ചരിത്ര അറിയാവുന്ന ആൾക്കാരുമുണ്ട്. അവരെയും വീഡിയോകൾ ചെയ്യാം. അതുകൊണ്ട് നിങ്ങളതെല്ലാം ശ്രമിക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ എന്താണിവിടെ ഈ ഇന്ത്യയിൽ നടന്നതെന്നും നടക്കുന്നതെന്നും നമ്മൾ ചിന്തിക്കണം. ഇവിടെ സനാതനധർമ്മം വേണോ വേണ്ടായോ എന്ന് നമ്മൾ ഇതിന് കേട്ടതിന് ശേഷം, അല്ലെങ്കിൽ ഇവരുടെ ഈ പ്രവൃത്തികൾ കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ തീരുമാനിക്കാവൂ. ഇവിടെ സനാതന ധർമ്മവാദികൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ അവർ ഇതേപോലുള്ള ചിന്തകന്മാരും ചരിത്രകാരന്മാരും ഒക്കെ കൃത്യമായിട്ടും പറയുന്നുണ്ട്. അത് വെറും വായി കൊണ്ട് സംസാരിക്കുന്നതല്ല, കൃത്യം തെളിവുകളോടുകൂടിയാണ് അത് പറയുന്നത്. അത് നമ്മൾ അംഗീകരിച്ചേ മതിയാകുള്ളൂ. അതുകൊണ്ട് നിങ്ങളത് കേൾക്കണമെന്ന് പറയുന്നു. അതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പറയാനുള്ള ഒരു പ്രത്യേക മൂലകാരണം. കാരണം ഈ ഇന്ത്യയിൽ നടമാടുന്ന ജാതി വ്യവസ്ഥയ്ക്കും ഇന്ത്യൻ ന്യായവിധിയെ ഏത് രീതിയിലൊക്കെയാണ് ഓരോ കാര്യങ്ങൾ തകിടം മറിക്കുന്നതെന്നൊക്കെ നമുക്ക് അറിയാം. അപ്പം നിങ്ങളതിനൊക്കെ ഉചിതമായ ഒരു തീരുമാനമാണ് എടുക്കേണ്ടത്. അതിപ്പോഴല്ല, നമുക്ക് ഇലക്ഷൻ വരുന്ന സമയങ്ങളിലൊക്കെ അതിന് ആരെ വേണം എന്നൊക്കെ ചിന്തിക്കേണ്ടത്. അതൊക്കെ ഇപ്പോഴേ നമ്മളതിനൊരു മുന്നോടിയായിട്ട് നമ്മൾ നീങ്ങിയില്ല എങ്കിൽ നമുക്ക് നാളെ ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇപ്പം നോർത്ത് ഇന്ത്യകളിലൊക്കെ അതിൻ്റെയൊക്കെ പ്രതിഫലനങ്ങളൊക്കെ നോർത്ത് ഇന്ത്യയിലും അങ്ങ് വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിലുമൊക്കെ അതിൻ്റെ പ്രതിഫലനങ്ങളൊക്കെയും കണ്ടുവരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മളിലും അത് നമ്മുടെ മനസ്സിലും ഉണ്ടായിരിക്കണം. അതായത് ഇവിടുത്തെ ക്രൈസ്തവ മതത്തിലെ എല്ലാ ആൾക്കാരെയും ഉന്മൂലനം ചെയ്യുക എന്നാണ് ഇപ്പോഴത്തെ സനാതനധർമ്മവാദികളുടെ ഏക ലക്ഷ്യം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ക്രൈസ്തവ മതം ഉണ്ടെങ്കിൽ ഇവിടെ വിദ്യാഭ്യാസവും അക്ഷരാഭ്യാസവും കൂടുതലായിട്ടുണ്ടാകും. അതൊരു കാരണവശാലും പാടില്ല. അതിലും പ്രത്യേകിച്ച് ഇവിടുത്തെ പട്ടികജാതിക്കാരനും പട്ടികവർഗ്ഗക്കാരനും ദലിതനും ഒക്കെ വിദ്യാഭ്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരുടെ അടിമയാകായി ഇരിക്കാൻ അവർക്ക് താല്പര്യമില്ലാതാകും. അതൊരിക്കലും നിറവേറാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് സനാതനധർമ്മം ഇപ്പം ഇങ്ങനെയുള്ള സമൂഹങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ജാഗ്രത പാലിച്ച് നിങ്ങൾ എല്ലാ ആൾക്കാരെയും ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ വീണ്ടും ഈ വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദിയുണ്ട്. എന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ടും എല്ലാവരിലേക്കും എത്തിക്കണം. ഇത് ഒരു ചെറിയ വീഡിയോ അല്ല, ഒരു 10-30 മിനിറ്റോളം ഏകദേശം വരും. അതുകൊണ്ട് നമ്മളെ ഇവിടെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. കൃത്യമായിട്ടും നിങ്ങൾ ഇത് ഗ്രഹിക്കണം. ഞാനിപ്പോൾ ആ പ്രസംഗം കണ്ടതിന് ശേഷം നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഇതിൽ കമൻ്റായിട്ട് ഇടണം എന്ന് പറയുന്നതുകൊണ്ട് നന്ദിയുണ്ട്. നമസ്കാരം. വീണ്ടും നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.